Hello, welcome to my YouTube channel. I am your travel companion. Good message by Juvi. ഇന്ന് നമുക്ക് ദൈവം തരുന്ന സന്ദേശം എന്തെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? യെസ്. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്. ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു. ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു. ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തി വയ്ക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. സോളമന്റെ സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് നമുക്ക് ഇന്ന് ദൈവം തരുന്ന സന്ദേശം. അതായത്, നീതിമാന്റെ അധരം ജീവന്റെ ഉറവയാണ്. ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു. ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു. ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തി വയ്ക്കുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ദുഷ്പ്രവൃത്തിക്കും കാരണം എന്തായിരിക്കും? അവിടെ ജ്ഞാനം കുറവുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കാം. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്. ജ്ഞാനികൾ സമൂഹത്തിൽ വളരെ സത്യസന്ധമായി ജീവിക്കുന്നു. നമുക്കും ദൈവത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും നമുക്ക് ജീവിക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നതാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാം. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നീതിയുടെ നല്ല ബോധമുള്ള, നല്ല അറിവുള്ള, നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. ഇതാണ് നമുക്ക് ദൈവം തരുന്ന സന്ദേശം. താങ്ക് യു.